യേശുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആരാധനാ വത്സര തീർത്ഥാടന യാത്രയിലെ അവസാന ഞായറാഴ്ച യേശുവിൻ്റെ രാജ്യത്വ തിരുനാളാണ് തിരുസഭ ആഘോഷിക്കുന്നത്. ആ തീർത്ഥാടനം ആരംഭിക്കുന്നത് അവൻ്റെ ജനനത്തിൻ്റെ മംഗളവാർത്ത മുതലാണ്. ആ കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്ത് അവൻ്റെ പരസ്യ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് സഹന മരണ ഉത്ഥാനം, പിന്നീട് ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന് സർവ്വലോകത്തെയും ഭരിക്കുന്ന ദൈവിക രഹസ്യയാത്രയുടെ പരിസമാപ്തിയാണ് രാജ്യത്വ തിരുനാളിൽ കൊണ്ടാടുന്നത്. ലോകദൃഷ്ടിയിൽ രാജ്യത്വം ഭരിക്കുവാനുള്ളതാണ്, വെട്ടിപ്പിടിക്കുവാനുള്ളതാണ്, കീഴ്പ്പെടുത്തുവാനുള്ളതാണ്. എന്നാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിനെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് യഥാർത്ഥ രാജാവ്. ലോകത്തിൻ്റെ പരിപാലനത്തിനു വേണ്ടിയാണ് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്നെ സൃഷ്ടിച്ച ദൈവമാണ് മനുഷ്യൻ്റെ രാജാവും. എന്നാൽ അവനെ ഭരമേൽപ്പിച്ച പ്രപഞ്ച പരിപാലനത്തിന് പകരം സ്വാർത്ഥത മതിയായി സ്വന്തം അധികാരത്തിനും രാജ്യസ്ഥാപനത്തിനും വേണ്ടി പരസ്പരം പോരടിക്കുകയും ചോര ചിന്തി ദൈവഹിതത്തിന് എതിരായ ജീവിതം നയിക്കുവാൻ തുടങ്ങി. ലോകത്തെ കീഴടക്കുവാൻ വാളും കുന്തവും ഉപയോഗിച്ചിരുന്ന കാലം കടന്നുപോയി. ഇന്ന് ഭൂമിയെ പല പ്രാവശ്യം ചുട്ടരിക്കുവാൻ പ്രഹരശേഷിയുള്ള അണുവായുധത്തിൽ അവൻ്റെ ക്രൂരത എത്തി നിൽക്കുന്നു. 1000 ദിവസം പിന്നിട്ട റഷ്യ ഉക്രൈൻ യുദ്ധവും അതിനുശേഷം ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും സകല സീമകളിലും കടന്ന് ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് മനുഷ്യൻ. അങ്ങനെയായാൽ മനുഷ്യൻ ഭൂലോകത്ത് ശേഷിക്കുമോ? ശേഷിച്ചാൽ തന്നെ വീണ്ടും ശിലായുഗത്തിൽ നിന്ന് ആരംഭിക്കേണ്ടി വരികയും വന്നേക്കാം. 2 തരം രാജ്യത്വമുണ്ട്: ദൈവിക രാജ്യത്വം, പൈശാചിക രാജ്യത്വം. രാജ്യത്വത്തിൽ പൈശാചിക രൂപി കടന്നു കയറുമ്പോൾ ദൈവത്തിൻ്റെ പേരു പറഞ്ഞുപോലും യുദ്ധങ്ങൾ അരങ്ങേറുമെന്ന വസ്തുതകളാണ് നാം ഇന്ന് കാണുന്നത്. ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് യേശു പഠിപ്പിക്കുന്നത് ലോകരാജ്യത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പഠിക്കുവാനാണ്. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ പോലും അവനിൽ ഒരു രാജ്യം സ്ഥാപിക്കണമെന്നും അതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നതായി തർക്കത്തിൽ ഏർപ്പെടുന്നതായും നാം കാണുന്നുണ്ട്. ക്രിസ്തു വരുമ്പോൾ ഒരു ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇസ്രായേൽ ജനവും. ദൈവഹിതം, തിരുമനസ്, ഇഷ്ടം നിറവേറ്റപ്പെടുമ്പോഴാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എങ്ങനെയെന്ന് എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തിലൂടെ അവൻ നമുക്ക് മാതൃകയായി. ജനിക്കാനിരിക്കുന്നവൻ വലിയവനായിരിക്കുമെന്നും യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവൻ എന്നേക്കും ഭരണം നടത്തുമെന്നും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല എന്നുമാണ് മംഗളവാർത്ത സമയത്ത് ദൂതൻ മറിയത്തോട് പറഞ്ഞത്. എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എന്ന ജ്ഞാനികളുടെ ചോദ്യവും അവൻ്റെ രാജ്യത്വത്തെ വെളിവാക്കുന്നു. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അവനെ രാജാവാക്കാൻ അവർ ഉദ്യമിച്ചു. ഒരു രാജാവിനെ എന്ന വണ്ണമാണ് ഓശാന വിളികളുമായി അവർ ജെറുസലേമിലേക്ക് അവനെ എതിരേറ്റത്. അരമനയിൽ വെച്ച് പീലാത്തോസ് അവനോട് ചോദിക്കുന്നു, നീ രാജാവാണോ? എന്നാൽ ആ രാജാവ് കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞു രാജ്യത്വത്തിന് പുതിയ മാനം നൽകി. അവനെ തറച്ച കുരിശിൻ്റെ തലയ്ക്കൽ അവർ എഴുതി വച്ചു, യഹൂദരുടെ രാജാവ്. പക്ഷേ സ്വർണ്ണക്കിരീടത്തിനു പകരം അവന് ലഭിച്ചത് മുൾക്കിരീടമായിരുന്നു. ചെമന്ന പട്ടുവസ്ത്രത്തിനു പകരം അവന് ലഭിച്ചത് അവൻ്റെ തന്നെ ചോരയിൽ മുങ്ങിയ മേലങ്കിയായിരുന്നു. ചെങ്കോലിനു പകരം ഞാങ്ങണയായിരുന്നു. അവനെ അനുഗമിക്കുന്ന പരിവാരങ്ങൾ ആയുധമേന്തിയ റോമൻ പട്ടാളക്കാരായിരുന്നു. പരിമളദ്രവ്യമായി ലഭിച്ചത് വെറുപ്പിൻ്റെ തുപ്പലുകളായിരുന്നു. വെഞ്ചാമരത്തിനു പകരം ചാട്ടവാറുകളായിരുന്നു. ആർപ്പ് വിളിക്കു പകരം മുഴങ്ങിക്കേട്ടത് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന അട്ടഹാസങ്ങളായിരുന്നു. അവൻ തന്നെ ചുമന്നു കൊണ്ടുവന്ന മരക്കുരിശായിരുന്നു അവൻ്റെ സിംഹാസനം. അങ്ങനെ ഏറ്റവും പരിഹാസ്യമായ ഒരു മരണം. എന്നാൽ 3 ദിവസങ്ങൾക്കു ശേഷം മരണത്തെ കീഴടക്കി കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവൻ ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ രാജാവായി വാഴുന്നു.
ലോകങ്ങൾ കീഴടക്കിയ എത്രയോ രാജ്യങ്ങൾ അസ്തമിച്ചില്ലാതായി. ദാവീദിൻ്റെയും സോളമൻ്റെയും രാജ്യങ്ങൾ ഛിന്ന ഭിന്നമായി. അലക്സാണ്ടർ ചക്രവർത്തിയും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. ഫറവോമാരും സീസർമാരും ഹെറോദോസന്മാരും ഇന്നെവിടെ? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ചരിത്രപാഠമായി. യേശു സ്ഥാപിച്ച രാജ്യം മാത്രം കാലാതീതമായി നിലനിൽക്കുന്നു. അതിൻ്റെ പേരാണ് തിരുസഭ. ദൈവാരൂപിയാണ് അതിൻ്റെ പടനായകൻ. ബൈബിളിൽ അതിൻ്റെ നിയമാവലി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒറ്റ കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഹൃദയം കുത്തി തുറന്ന് ചോര ചിന്തി സ്ഥാപിച്ചതാണ് അവൻ ഈ രാജ്യം. അതിനാൽ മനുഷ്യഹൃദയങ്ങളാണ് അവൻ വാഴുന്ന സിംഹാസനം. വാഴ്ത്തപ്പെട്ടവനും പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും മരണമില്ലാത്തവനും പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അവൻ്റെ രാജ്യത്തിലെ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ വന്നു നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തുരാജൻ നീണാൽ വാഴട്ടെ.